ഇതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ സാധാരണക്കാരെ കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് വിദ്യാഭ്യാസപരമായ സഹായങ്ങൾ നൽകിയാണ് അവരിവിടെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ പഴയ ഏകദേശം 2014 എടുത്തൊരു ലോണാണ് ഇത്രയും വലിയൊരു ഭീമമായിട്ടുള്ള കുറേ തിരിച്ചടവുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും ഭീമമായിട്ടുള്ള സംഖ്യയായിട്ട് വന്നേക്കണം. നമ്മളിപ്പോൾ ഈ മിനിഞ്ഞാന്ന് മാത്രമാണ് ഈ മാനേജ്മെൻറ്റിലേക്ക് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് എൻട്രി അയക്കുന്നത്. ഇന്ന് മാത്രമാണ് നമുക്ക് ഈ കോമ്പൗണ്ടിലേക്ക് തന്നെ കയറാൻ പറ്റിയത്. എന്തായാലും നമ്മളുടെ വിദ്യാർത്ഥികളുടെ എല്ലാ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ട് ഈ പൊസഷൻ നടപടികൾ നിർത്തിവെക്കേണ്ട എല്ലാ പ്രയത്നങ്ങളും നമ്മൾ ഈ സമയം വരെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ വിദ്യാർത്ഥികളുടെ പാരൻസിൻ്റെ ആശങ്കകൾ വളരെ ബുദ്ധിമുട്ടുണ്ട്. പാരൻസിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അവരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പൊസഷൻ നടപടികൾ ഇനി തുടർന്ന് ഇല്ലാത്ത രീതിയിൽ പേയ്മെൻറ്റ് എവിടെ നിന്നെങ്കിലും കിട്ടാനെങ്കിൽ അത് മേടിച്ചാണെങ്കിലും അടച്ച് പൊസഷൻ നടപടികൾ ഒഴിവാക്കാനുള്ള നടപടികളായിട്ട് മാനേജ്മെൻറ്റ് മുന്നോട്ട് പോകും. ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നത് ഇന്നാണ് ഞങ്ങൾക്ക് എൻട്രി ചെയ്യാൻ പറ്റിയത്. ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഓതറൈസേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 10 വർഷം എന്തുകൊണ്ട് ഇത്തരൊരു വീഴ്ച സംഭവിച്ചു? ഇവിടെ 568 ട്രസ്റ്റിയോളം ഏകദേശമുണ്ട്. ഇവിടുത്തെ 586 ട്രസ്റ്റികളുണ്ട്. ഇവിടെ ട്രസ്റ്റിൻ്റെ കാലാവധി 2 വർഷമാണ്. ഈ 2 വർഷം കാലാവധി മാനേജ്മെൻറ്റുകൾ മാറി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഇവിടുത്തെ ഒരു സീറോ ബാലൻസിൽ നിന്ന് തുടങ്ങിയൊരു സ്ഥാപനമാണിത്. ഇപ്പം ഏകദേശം നല്ലൊരു അസറ്റുള്ള സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട്, കടബാധ്യതകളുണ്ടെങ്കിൽ പോലും. അപ്പോൾ ആ തിരിച്ചടവ് പല രീതിയിൽ അടച്ചിട്ടുണ്ട്. ചില കാലങ്ങളിൽ മാനേജ്മെൻറ്റ് മാറി വന്നപ്പോൾ തിരിച്ചടക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അല്ല, ഈ പഴയ മാനേജ്മെന്റുമായിട്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണോ ഈ പൈസ അടയ്ക്കാനായിട്ട് ഒരു വീഴ്ച സംഭവിച്ചത്? ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഈ പുതിയ എൻട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മിനിഞ്ഞാന്ന് മാത്രം ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ എൻട്രി ചെയ്യാൻ പറ്റിയത്. കോമ്പൗണ്ടിൻ്റെ അകത്ത് നിന്ന് കയറാൻ പറ്റിയത് ഇന്ന് കാലത്താണ്. അതും അഡ്വക്കേറ്റ് കമ്മീഷനും പോലീസിൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ്. പക്ഷേ ഈ പഴയ മാനേജ്മെൻറ്റിൻ്റെ ഹൈക്കോടതി ഉത്തരവ് ഞങ്ങൾക്ക് അനുകൂലമായിരുന്നിട്ട് പോലും ഇവിടെ പഴയ ചെയർമാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി താക്കോൽ ഇപ്പോഴും തന്നിട്ടില്ല, ഈ സമയം വരെയും തന്നിട്ടില്ല. അത് CIനോട് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിലൊന്നും നമ്മൾ വിദ്യാർത്ഥികളുടെ ഭാവിൻ്റെ അതൊന്നും കൂട്ടി കുഴപ്പമില്ല. എന്തായാലും അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 3 മാസത്തിനകം എങ്ങനെയാണ് ഈ ഭീമമായ ഒരു തുക നിങ്ങൾ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത്? അടുത്ത അധ്യയന വർഷത്തിലേക്ക് ഇത് കടക്കുകയാണെങ്കിൽ ഈ ജപ്തി നടപടി തുറന്നു വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അത് നമ്മൾ കഴിഞ്ഞ ഒരു പൊതുയോഗത്തിൻ്റെ തീരുമാനപ്രകാരം ഇത് സെയിൽ ചെയ്യാനുള്ളൊരു തീരുമാനമുണ്ട്. ട്രസ്റ്റല്ല, കോളേജ് സെയിൽ ചെയ്യാൻ തീരുമാനമുണ്ട്. ആ ബയർ ഇപ്പോൾ ഓൾറെഡി ഈ കോമ്പൗണ്ടിൻ്റെ അത് തന്നെയുണ്ട്. ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു, ചർച്ചയിൽ വന്നിരുന്നു. അദ്ദേഹം വാങ്ങും. അടുത്ത ദിവസം തന്നെ അതിൻ്റെ കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഉള്ള മാനേജ്മെൻറ്റാണ് ഇവിടെ വന്നത്. ഹൈക്കോടതി ബാധ്യത അല്ല, ഫുൾ സെയിൽ ചെയ്തിട്ട് ബാധ്യത ഞങ്ങളുടെ മാനേജ്മെൻറ്റ് തന്നെ വൈകാതെ വീടും. വിൽപ്പന മാത്രമാണ് ഇതിൻ്റെ മുന്നിലുള്ള ഏക പോംവഴി. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിനോടും അതുപോലെ കുട്ടികളോടും പ്രതിബദ്ധത ഉണ്ടാവും ഉറപ്പുണ്ടോ? അതെ, അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി പരിചയമുള്ള ആ മേഖലയിൽ എസ്റ്റാബ്ലിഷ് ആയ സ്ഥാപനമാണ്. താല്പര്യമുണ്ട്. ഞങ്ങളുടെ പിള്ളേരെ നിങ്ങൾ ഈ ബാധ്യത അടച്ചു തീർക്കുന്നുള്ളതിൽ എന്ത് ഉറപ്പാണല്ലോ? അതെങ്ങനെ പിന്നെ ഈ 3 മാസം കഴിയുമ്പോൾ ഇനി ഉയർന്നു വരാനുള്ള? കഴിഞ്ഞ മാസം ഒരു അവധികൾ മുടങ്ങിയിരുന്നു, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതും കൂടി ഞാൻ പറയാം. ഇവിടെ ഒരു സാമ്പത്തിക സ്ഥാപനത്തിനെ സംബന്ധിച്ചോളം വിശ്വാസ്യതയാണ് ഏറ്റവും വലിയ പ്രധാനം. ഇവിടുത്തെ പഴയ മാനേജ്മെൻറ്റിലെ ഈ കക്ഷി, ഇപ്പം മാറാത്തൊരു കക്ഷി എന്ന് പറഞ്ഞില്ലേ, ഞാൻ പേര് പരാമർശിക്കണില്ല, അദ്ദേഹം ഒരു വണ്ടി ചെക്ക് കൊടുക്കുകയുണ്ടായി. വണ്ടി ചെക്ക് കൊടുത്തിട്ട് സത്യത്തിൽ ഈ ഭയങ്കര ഒരു വലിയൊരു, ഞാൻ പറഞ്ഞില്ലേ 4,70,00,000 എന്നുള്ളത് ഇപ്പോൾ 18.5 കോടിയായിട്ട് വലിയ ബാധ്യതയായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് 1 കോടി രൂപയുടെ ചെക്ക് ബൗൺസ് ആയേക്കാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ നിയമപരമായ രീതിയിലേക്ക് കൂടി പോവാം, അല്ലെങ്കിൽ അവരായിട്ടുള്ള നല്ല ടേംസിൽ സംസാരിക്കുക. ഇതൊന്നും ചെയ്യാതെ ആളുകളെ ഒരു പുകമുറ സൃഷ്ടിച്ചുകൊണ്ട് ഒരു വണ്ടി ചെക്ക് കൊടുത്തത് അത് നമ്മളുടെ മാനേജ്മെൻറ്റ് അംഗീകരിക്കില്ല. സാമ്പത്തികം നമ്മൾ കട കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് മാനേജ്മെൻ്റ് ആയാലും തിരിച്ചടക്കാനുള്ള ബാധ്യത ഒന്നും നമ്മൾ ഒളിച്ചോട്ടത്തിനല്ല.